ഹലോ എവരിവൺ, വെൽക്കം ടു എഞ്ചിനീയേഴ്സ് ചോയ്സ്. അപ്പോൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്ന കീം 2024 സെക്കൻഡ് ഫേസ് അലോട്ട്മെൻറ്റിൻ്റെ കമ്പ്യൂട്ടർ സയൻസിലെ പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് നല്ല പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജിനെ പറ്റി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫസ്റ്റ് തന്നെ ഈ എസ് എന്ന് കാണിക്കുന്നതാണ് നമ്മുടെ പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് കേട്ടോ. ഫസ്റ്റ് തന്നെ അല്ലസർ എഞ്ചിനീയറിംഗ് കോളേജ് ഓഫ് അത് തൊടുപുഴയിലുള്ള ഒരു കോളേജാണ്. അവിടുത്തെ സ്റ്റേറ്റ് മെറിറ്റ് 51,986 ഒരുപാട് പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജസ് ഉണ്ട്. പക്ഷേ ഞാൻ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് വെച്ചിട്ടും പിന്നെ എനിക്ക് അറിയാവുന്ന കുറച്ച് കോളേജിൻ്റെ രീതിയിലുമൊക്കെ ഞാനൊന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് നിങ്ങൾ നോക്കേണ്ടത് അമൽ ജ്യോതി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോട്ടയം. അത് കുഴപ്പമില്ലാത്തൊരു എഞ്ചിനീയറിംഗ് കോളേജാണ്. സ്റ്റേറ്റ് മെറിറ്റ് വന്നിരിക്കുന്നത് 19,111. ഓക്കെ. ഇസെഡ് കാറ്റഗറിക്ക് 25,539, മുസ്ലിം കാറ്റഗറിക്ക് 25,609. ബാക്കിയുള്ള കാറ്റഗറിയുടെ ഉണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് സ്റ്റേറ്റ് മെറിറ്റും ഇസെഡും മുസ്ലിമും ഒക്കെ മാത്രം വായിക്കുന്നതെന്ന് ചോദിച്ചെങ്കിൽ, ഈ സ്റ്റേറ്റ് മെറിറ്റിനോട് അടുത്ത് നിൽക്കുന്ന റാങ്കാണ് ഇസെഡ് കാറ്റഗറിക്കും മുസ്ലിം കാറ്റഗറിക്കും വരുന്നത്. ബാക്കിയുള്ള കാറ്റഗറിയിലുള്ളവർക്കൊക്കെ ഇതിനേക്കാളും കൂടിയ റാങ്ക് ഉണ്ടെങ്കിലും കിട്ടും. അതുകൊണ്ടാണ് ആദ്യത്തെ 3 പേരുടെയും പിന്നെ ചില വീഡിയോസിലെല്ലാം SC/ST റാങ്കുകാരുടെ ഞാൻ വായിക്കുന്നുണ്ട്. അതിന് കാരണം മാക്സിമം പോകുന്നത് SC/ST റാങ്കും മിനിമം വരുന്ന സ്റ്റേറ്റ് മെറിറ്റ് ഈഴവ മുസ്ലിം റാങ്കുമാണ്. അതിനിടയിലുള്ളത് ബാക്കിയുള്ളവർക്ക് കിട്ടും എന്നുള്ള രീതിയിലാണ് എല്ലാം വായിക്കാത്തത്. ഓക്കെ. പിന്നെ നമ്മൾ നോക്കേണ്ടത് ആദിശങ്കര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി. അവിടെ നോക്കിയേ, സ്റ്റേറ്റ് മെറിറ്റ് 16,679 കമ്പ്യൂട്ടർ സയൻസ് പോയേക്കുന്നത്. ഇസെഡ് കാറ്റഗറി 21,523, മുസ്ലിം കാറ്റഗറി 19,612, SC കാറ്റഗറി 51,686 വരെ പോയിട്ടുണ്ട്. പിന്നെ നിങ്ങൾ നോക്കേണ്ട ഒരു എഞ്ചിനീയറിംഗ് കോളേജാണ് ക്രൈസ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറയുന്നത്. അതും നല്ലൊരു കോളേജാണ്. അവിടെ 11,866 സ്റ്റേറ്റ് മെറിറ്റ് വന്നേക്കുന്നത്. സ്വാഭാവികമായിട്ടും അതിനേക്കാളും എബോവ് ആണെങ്കിൽ നിങ്ങൾക്ക് ബാക്കിയുള്ളവർക്ക് കിട്ടും. ഇനി ഇതാണ് നോക്കേണ്ടത്. ഞാൻ ഗ്രീൻ കളറിൽ കാണിച്ചിരിക്കുന്നത് നിങ്ങൾ സൂപ്പർ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജാണ് ഫിസാറ്റ്, ഫെഡറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി, എറണാകുളം. നല്ല പ്ലേസ്മെൻറ്റുകളൊക്കെ വരുന്ന ഒരു ഒന്നാന്തരം എഞ്ചിനീയറിംഗ് കോളേജാണ് ഫിസാറ്റ് എന്ന് പറയുന്നത്. ചില ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിനേക്കാളും പ്ലേസ്മെൻറ്റ് ഇവിടെ കിട്ടാറുമുണ്ട്. അതുകൊണ്ട് തന്നെ ചില ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിനേക്കാളും കൂടുതൽ റാങ്ക് ഉള്ളവർക്ക് ഇവിടെ കിട്ടത്തുള്ളൂ. കണ്ടോ, 8,059 സ്റ്റേറ്റ് മെറിറ്റിന്. ഇസെഡ് കാറ്റഗറി 10,206, മുസ്ലിം കാറ്റഗറി 9,156, SC കാറ്റഗറി 42,997. ഓക്കെ. പിന്നെ നിങ്ങൾ നോക്കേണ്ട കോളേജാണ് ജ്യോതി എഞ്ചിനീയറിംഗ് കോളേജ്, തൃശ്ശൂർ. സ്റ്റേറ്റ് മെറിറ്റ് എത്രയാണ്? 21,443. ഇസെഡ് കാറ്റഗറി, മുസ്ലിം കാറ്റഗറി, ബാക്കി എല്ലാ കാറ്റഗറിയും നിങ്ങൾക്ക് കാണാൻ കഴിയും. പിന്നെ നിങ്ങൾ നോക്കേണ്ട കോളേജാണ് മാർ ബസേലിയസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, തിരുവനന്തപുരം. ഇതും നല്ലൊരു കോളേജാണ്. ഇത് വേണമെങ്കിൽ ഗ്രീൻ കളർ കൊടുക്കാമായിരുന്നു. ഇതിലും ഏറെക്കുറെ നല്ല പ്ലേസ്മെൻ്റ് ഒക്കെ വരുന്ന ഒരു കോളേജാണ്. 11,297 ലാസ്റ്റ് റാങ്ക് വന്നേക്കുന്നത് സ്റ്റേറ്റ് മെറിറ്റിന്. ഇസെഡിന് 14,000 സംതിങ്ങും മുസ്ലിമിനും 14,000 സംതിങ്ങാണ് വന്നേക്കുന്നത്. പിന്നെ നോക്കേണ്ടതാണ് മറിയൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, തിരുവനന്തപുരം. ഈ കോളേജിനെ പറ്റി എനിക്ക് വലിയ ധാരണയൊന്നുമില്ല. ഞാൻ ഒരു 20,000 വന്നതുകൊണ്ട് ഞാനിവിടെ വന്നതേ ഉള്ളൂ. ഇത് യെല്ലോ കളറിന് ഇട്ടെന്നേ ഉള്ളൂ. MA കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്, വേങ്ങൂറിനെ പറ്റിയിട്ടും എനിക്ക് വലിയ ധാരണയില്ല. നിങ്ങളതിനെപ്പറ്റി അന്വേഷിച്ചിട്ട് നോക്കുക. ഞാനവിടെ റാങ്ക് ഇവിടെയൊക്കെ ബാക്കിയൊക്കെ നോക്കുമ്പോൾ 50,000 49,000 ഒക്കെ വരുന്നുണ്ട്. പിന്നെ 20,000 വരുന്ന കുറച്ച് ബെറ്റർ ആണെന്ന് വിചാരിച്ചിട്ടാണ് അത് യെല്ലോ കളറിന് ഇട്ടത്. എനിക്കറിയാവുന്നതിനെ പറ്റി ഞാൻ പറയുന്നുണ്ട്. ഓക്കെ. MES കോളേജ്, കുറ്റിപ്പുറം. നല്ലൊരു കോളേജാണ്. അവിടുത്തെ ലാസ്റ്റ് റാങ്ക് 19,209 വന്നേക്കുന്നത്. നിങ്ങൾ ഗ്രീൻ കളർ നോക്കി വെച്ചാൽ മതി കേട്ടോ. സെൻറ്റ് ഗേറ്റ്സ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. ഈ സെയിൻറ്റ് ഗേറ്റ്സും നല്ല ഒന്നാന്തരം കോളേജാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഗ്രീൻ കളർ കൊടുക്കാൻ പറ്റുന്നൊരു കോളേജാണ് സെയിൻറ്റ് ഗേറ്റ്സ് എന്ന് പറയുന്നത്, കമ്പ്യൂട്ടർ സയൻസിൻ്റെ കാര്യത്തിലൊക്കെ കേട്ടോ. ഇസെഡ് കാറ്റഗറിക്ക് ഒരു 15K, മുസ്ലിം കാറ്റഗറിക്ക് 16K വരെ പോയിട്ടുണ്ട്. മുത്തൂറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആൻഡ് സയൻസ് 6,012 സ്റ്റേറ്റ് റാങ്ക്. ഇത് സൂപ്പർ കോളേജാണ്. നല്ല പ്ലേസ്മെൻറ്റ് വരുന്നൊരു കോളേജാണ്. നിങ്ങൾ ഗവൺമെൻറ്റിനേക്കാളും മുമ്പ് ഇത് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ പൈസയാകും, അതാണ് പ്രശ്നം. ഫിനാൻഷ്യലി വീക്കായുള്ളവരൊന്നും ഇതൊന്നും വെക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഗവൺമെൻറ് തന്നെ വെച്ചാൽ മതി. പക്ഷേ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാൾ നല്ല പ്ലേസ്മെൻറ്റ് വേണമെന്നുണ്ടെങ്കിൽ മുത്തൂറ്റ് ഫിസാറ്റൊക്കെ വയ്ക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല.
ഇസഡ് കാറ്റഗറി ഒരു 8K വരെയും മുസ്ലിം കാറ്റഗറി ഒരു 7K വരെയും പോയിട്ടുണ്ട്. ബാക്കിയുള്ളവർ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കാണാം. ഓക്കെ ഫൈൻ. ഓരോരുത്തരുടെയും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഇനി അടുത്ത് നമ്മൾ നോക്കേണ്ടത് രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ്. ഞാൻ ഇതുവരെ പറഞ്ഞ പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ നിങ്ങൾ ഫസ്റ്റ് വയ്ക്കേണ്ട പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജാണ് രാജഗിരി. ഓക്കെ, ഏറ്റവും നല്ല പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജാണ് കേരളത്തിലെ രാജഗിരി എന്ന് പറയുന്നത്. 5444 സ്റ്റേറ്റ് മെറിറ്റ് വന്നേക്കുന്നത്. ഇസഡ് കാറ്റഗറി 7K, മുസ്ലിം കാറ്റഗറി 6K. ബാക്കിയുള്ളവർ നിങ്ങൾ നോക്കുക. ഫസ്റ്റ് തന്നെ ഇത് വെക്കണം കേട്ടോ. പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് വയ്ക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഫിസാറ്റ്, മുത്തൂറ്റൊക്കെ ആ ഒരു ഓർഡറിൽ വയ്ക്കാനായിട്ട് ശ്രമിക്കുക. പിന്നെ SCMS കോളേജ്, സഹൃദയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, സെൻറ്റ് ജോസഫ് കോളേജ് പാലായിലുള്ളൊരു കോളേജാണ്, 16K. ഇതും നല്ലൊരു കോളേജാണ്, ഓൾമോസ്റ്റ് നല്ല പ്ലേസ്മെൻ്റ് ആയി കിട്ടുന്നതാണ്. സെൻറ്റ് ജോസഫും വേണമെങ്കിൽ ഗ്രീൻ കളർ വയ്ക്കാമെങ്കിലും ഗ്രീനിനും യെല്ലോയിലും ഇടയ്ക്ക് നിന്നോട്ടെ സെൻറ്റ് ജോസഫ്. ഓക്കെ, അപ്പോൾ ഈ ഓർഡറിൽ നിങ്ങൾ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. പ്രൈവറ്റ് എഞ്ചിനീയറിംഗ് കോളേജ് നിങ്ങൾ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഏത് ഓർഡറിൽ വെക്കാനാണ് പറഞ്ഞത്? ഫസ്റ്റ് രാജഗിരി വയ്ക്കുക, പിന്നെ നിങ്ങൾ വെക്കേണ്ട ഏതാണ്? പിന്നെ നിങ്ങൾ മുത്തൂറ്റ് വയ്ക്കുക, പിന്നെ ഫിസാറ്റ് വയ്ക്കുക. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നതുകൊണ്ടും വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് വയ്ക്കുക. സെൻറ്റ് ജോസഫ് കോളേജ് നല്ലൊരു കോളേജാണ്, എനിക്കറിയാവുന്നൊരു കോളേജാണ് സെൻറ്റ് ജോസഫ്. പിന്നെ സെയിൻറ്റ് ഗേറ്റ്സ് വയ്ക്കുക. സെൻറ്റ് ജോസഫിന് മുമ്പ് നിങ്ങൾ സെയിൻറ്റ് ഗേറ്റ്സ് വെച്ചോട്ടോ. ഞാൻ നേരത്തെ ചിലതിൽ വീഡിയോയിൽ പറഞ്ഞല്ലോ ഇത് വേണമെങ്കിൽ ഗ്രീൻ കൊടുക്കാവുന്ന, അങ്ങനെ പറഞ്ഞത് നിങ്ങളൊന്ന് നോട്ട് ചെയ്തിട്ട് ആ ഓർഡറിൽ തന്നെ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. മാർ ബസേലിയസ്. ഓക്കെ, മാർ ബസേലിയസ് ഈ ആദ്യത്തെ 3 അതായത് രാജഗിരി, നമ്മുടെ മുത്തൂറ്റ്, ഫിസാറ്റ് കഴിഞ്ഞ് നിങ്ങൾ മാർ ബസേലിയസ്, അതേപോലെ തന്നെ സെയിൻറ്റ് ഗേറ്റ്സ്, പിന്നെ എന്താണ് നമ്മുടെ പാലായിലുള്ള കോളേജ്, അതൊക്കെ നിങ്ങൾക്ക് വെക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് പറയാനുള്ളത്. താങ്ക് യു.